ക്രൂശിത വഴിയിലൂടെ ഒന്നാം ദിനം. അനുതാപത്തിന്റെ അടയാളമായ ചാരം കുരിശാകൃതിയിൽ നെറ്റിത്തലത്തിൽ പൂശിക്കൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന ആഹ്വാനമാണ് വിഭൂതി തിരുനാൾ അഥവാ കുരിശുവര പെരുന്നാൾ നമുക്ക് നൽകുന്നത്. മനുഷ്യൻ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ക്രൂശിതനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും പരിത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ജീവിതം നയിച്ചുകൊണ്ട് സഹനങ്ങളെ ആശ്ലേഷിക്കുവാനും വിഭൂതി തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഹങ്കാരത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായ നെറ്റിത്തലത്തിൽ ശൂന്യവത്കരണത്തിന്റെ അടയാളമായ ചാരം പൂശിക്കൊണ്ട് നാം ഓരോരുത്തരും നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കുരിശുകളെ സ്നേഹിക്കുവാനുള്ള കാലമാണ് നോമ്പുകാലം. കുരിശ് നമുക്ക് വരയ്ക്കാനാവും, എന്നാൽ അത് വഹിക്കാനാവുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നന്മകളെ സ്വായത്തമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില സുഖങ്ങളെ തിരിച്ചു പിടിക്കുവാനും നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നാം കാണാത്തതും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതുമായ ഒട്ടേറെ നന്മകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓർത്തെടുത്തുകൊണ്ട് വീണ്ടും പിടിതട്ടി ആത്മീയ ഉണർവിലേക്ക് വരുവാൻ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. ഈ നോമ്പുകാലത്തിൽ നമുക്ക് ഈശോയുടെ കൂടുതൽ ചേർന്നിരിക്കാം. നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകാം, വചനം വായിക്കുന്നവരാകാം, വചനം കേൾക്കുന്നവരാകാം, വചനം ജീവിക്കുന്നവരാകാം. നിന്റെ നെറ്റിയിൽ വരച്ച കുരിശിന്റെ മനോഹാരിതയല്ല, മറിച്ച് നീ ഏറ്റെടുക്കുന്ന കുരിശുകളാണ് നിന്റെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഈ 50 ദിവസം ക്രൂശിത വഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കുരിശിനെ സ്നേഹിക്കുവാനും സഹനങ്ങളെ ആശ്ലേഷിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ എന്നിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന്. സ്തുതിയായിരിക്കട്ടെ.